الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും വിജയിക്കുന്ന യഥാർത്ഥമായ മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സമയത്ത് നാം ഏവരെയും ഈമാൻ സലാമത്താക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുമാറാവട്ടെ. ഇസ്ലാം ദീനിനെ അടിസ്ഥാനപരമായി നിർവചിക്കുന്ന സുപ്രധാനമായ ഒരു നിബിവചനമുണ്ട്, ഹദീസുണ്ട്. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വന്ന് 3 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്ന ഹദീസാണത്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ എന്നീ 3 കാര്യങ്ങളാണത്. ആ 3 കാര്യങ്ങൾക്കും ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നുണ്ട്. ഈ ഹദീസ് ബുഖാരിയിൽ 50-ാമത്തെ ഹദീസായിട്ടും സഹീഹ് മുസ്ലിമിൽ 8-ാമത്തെ ഹദീസായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും ചോദിച്ച ശേഷം 3-ാമത് ഇഹ്സാനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്തൊരു മറുപടിയാണ് എന്ന് ഇവിടെ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം സമ്പൂർണമാകണമെങ്കിൽ അതിൽ കർമ്മം വേണം, വിശ്വാസം വേണം, ആത്മീയത വേണം. ഈ ആത്മീയതയാണ് ഇഹ്സാൻ. നബി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ച 3-ാമത്തെ ചോദ്യം വമൽ ഇഹ്സാൻ എന്നാണ്. എന്താണ് ഇഹ്സാൻ? അപ്പോൾ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ കുറിച്ച് മറുപടി, അൽ ഇഹ്സാനു അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ്. നീ നിന്റെ റബ്ബിന് വേണ്ടി ആരാധിക്കുക, ആത്മാർത്ഥമായി ആരാധിക്കുക. നീ നിന്റെ റബ്ബിനെ കാണുന്നത് പോലെ ആരാധിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ അൻ തഖ്ശ എന്നാണ്, ഭയന്നുകൊണ്ട്, ഭയപ്പാടോടുകൂടെ നീ ആരാധിക്കുക. മറ്റൊരു റിപ്പോർട്ടിൽ അൻ തഅലമ എന്നാണ്, അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഹൃദ്യമായിട്ട് ആരാധിക്കുക. ഫൈലം തകുൻ തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നില്ലെങ്കിലും ഇന്നഹു യറാക്, അല്ലാഹു തആല നിന്നെ കാണുന്നുണ്ട്. ഇതാണ് ഇഹ്സാൻ, ആത്മീയത. നമ്മുടെ ഓരോ ആരാധനയിലും ഓരോ ഇബാദത്തിലും ഈമാനിലും ഒക്കെ ഈ ആത്മീയമായ സുഖം, ഒരു അനുഭൂതി നമുക്കുണ്ടാകണം. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നഹ്ലിലെ 90-ാമത്തെ വചനത്തിൽ പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. നമ്മുടെ എല്ലാ ഖുത്ബയിലും ആ ഒരു കാര്യം പറയുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിൽ പറഞ്ഞു പോകുന്നത്. അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു, ബിൽ അദിൽ, നീതി കൊണ്ട് കൽപ്പിച്ചു, വൽ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. എന്നോടും നിങ്ങളോടും നീതി ചെയ്യണമെന്നും ഇഹ്സാൻ പുലർത്തണമെന്നും ഇഹ്സാൻ ജീവിതത്തിൽ ഉണ്ടാകണമെന്നും അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. നമ്മുടെ കർമ്മങ്ങളിൽ ഇഹ്സാൻ ഉണ്ടാകണം, ആത്മീയത ഉണ്ടാകണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. അഥവാ ആത്മീയമായി വളരാനും ഉയരാനുമുള്ള ശ്രമം ഓരോ വിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മൾ ഉപരിപ്ലവമായ ഒരു ഇബാദത്തല്ല ചെയ്യേണ്ടത്.
നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്നാണല്ലോ നബി തങ്ങൾ പറഞ്ഞത്. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഹൃദ്യമായിട്ട് ചെയ്യാം, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. അപ്പോൾ അതിന് പ്രത്യേകമായൊരു അനുഭൂതിയും ഒരു സുഖവും ഒരു സംതൃപ്തിയും കിട്ടും. അപ്പോഴേ അതിന് സംതൃപ്തി കിട്ടും. അല്ലാത്ത സന്ദർഭത്തിൽ അതിന് സംതൃപ്തി ഉണ്ടാവില്ല. അപ്പോ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക, അതിൽ അപാകതകളില്ലാതെ ചെയ്യാൻ സാധിക്കുക. ഇപ്പൊ SIR ഫോം നമ്മളൊക്കെ ഫില്ല് ചെയ്യുന്നുണ്ട്. എത്രമാത്രം ശുഷ്കാന്തിയോടുകൂടി നമ്മൾ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന്റെ ഒരു അപകടം മനസ്സിലാക്കിയത് കൊണ്ടാണ്, അതിന്റെ ഒരു മികവ് മനസ്സിലാക്കിയത് കൊണ്ടാണ്, നേട്ടം മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഉപരിപ്ലവമായ ആരാധനകളല്ല, ആത്മാർത്ഥമായ ആരാധനകൾ വേണം. അല്ലാഹു തആല നമ്മുടെ ആരാധനകൾ ആത്മാർത്ഥമായ ആരാധനയായിട്ട് മാറ്റുമാറാവട്ടെ. അപ്പൊ അതിനൊരു ബോധപൂർവമായ ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് ഇന്നല്ലാഹ യഅ്മുറു, അല്ലാഹു തആല നിങ്ങളോട് കൽപ്പിക്കുന്നു എന്നാണ്. അങ്ങനെ ഓരോ അഅ്മാലുകളിലും വിശ്വാസങ്ങളിലും കർമ്മപദ്ധതികളിലുമൊക്കെ വളരെ വലിയ ആത്മാർത്ഥതയും സൂക്ഷ്മതയും വെച്ച് പുലർത്തുന്ന ഒരു വിഭാഗം മുഅ്മിനീങ്ങളിൽ മുസ്ലിമീങ്ങളിൽ ഉണ്ടാകും. അങ്ങനെ ആത്മാർത്ഥമായി ഇടപെടുകയും സംസാരിക്കുകയും ഹൃദ്യമായി ഓരോ നന്മയെയും കാണുകയും ചെയ്യുന്ന നന്മയുടെ വക്താക്കളായ ആളുകളെ കുറിച്ചാണ് നമ്മൾ സൂഫികൾ, നല്ല മനുഷ്യന്മാർ, സാലിഹായ ജനങ്ങൾ എന്നൊക്കെ പറയാം. അപ്പോ തസവ്വുഫ്, സൂക്ഷ്മത, ഭക്തി, ഖുശൂ നമ്മുടെ ഓരോ കർമ്മങ്ങളിലും ഉണ്ടാകണം എന്നുള്ളതാണ്. അവിടെയാണ് ശറഹുൽ മുഹദ്ദബ്, ജംഉൽ ജവാമി പോലുള്ള ഗ്രന്ഥത്തിൽ ഈ സൂക്ഷ്മാലുക്കൾ ആരാണ്, സൂക്ഷ്മമായിട്ട് ജീവിക്കുന്ന ആളുകൾ ആരാണ് തസൗഫിന്റെ വഴിയിൽ പ്രവേശിച്ച ആളുകൾ എന്ന് ചർച്ച നടത്തുന്നുണ്ട്. അവിടെ ആ ഗ്രന്ഥത്തിൽ പറയുന്നത് അൽ ആരിഫു ബില്ലാഹി തആല വസിഫാതിഹി ഹസിബ മാ യുംകിൻ, അല്ലാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുകയും അറിയുകയും അവന്റെ വിശേഷണങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ആള് പരമാവധി അവന്റെ ചിന്തകള് എപ്പോഴും അല്ലാഹു എന്നതിലായിരിക്കും. അല്ലാഹു എന്നതിൽ ചിന്ത വരുമ്പോൾ തിന്മയിലേക്ക് അവൻ പോവില്ല, അനാവശ്യങ്ങൾ അവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയില്ല, അധാർമികത ഉണ്ടാവില്ല, ചൂഷണങ്ങൾ ഉണ്ടാവില്ല, കളവുണ്ടാവില്ല. എല്ലാം അല്ലാഹു കാണുന്നുണ്ട്. അതാണ് കഅന്നക തറാ, നീ പടച്ചവനെ കാണുന്നില്ലെങ്കിലും എല്ലാം നിന്നെ അല്ലാഹു തആല കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ രൂപത്തിൽ അല്ലാഹുവിനെ തിരിച്ചറിയും അവൻ. അതുപോലെ തന്നെ അൽ മുവാലിബു അല ത്വആത്ത്, അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അവൻ നിത്യമായിരിക്കും. അല്ലാഹുവിനെ അനുസരിക്കുന്ന കാര്യത്തിൽ അവനെ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല. വൽ മുജ്തനിബു അനിൽ മആസി, പരമാവധി എല്ലാ തിന്മകളിൽ നിന്നും അവൻ മാറി നിൽക്കും. മാത്രമല്ല അൽ മുഇറദു അൻ ഇൻഹിമാകി ഫിശ്ശഹവാതി വല്ലദാത്ത്, എല്ലാവിധ സുഖാഡംബരങ്ങളിൽ നിന്നും ശരീരിച്ഛകളിൽ നിന്നും മുക്തനാവാൻ പരമാവധി ശ്രമിച്ചു കൊണ്ടിരിക്കും. അതാണ് ആത്മീയവാദികള്, സൂഫി തസൗഫിന്റെ ആളുകൾ എന്നൊക്കെ പറഞ്ഞ ആഡംബരങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇതാണ് യഥാർത്ഥമായ വിശ്വാസിയുടെ ഒരു പോലീസ്. ആ രൂപത്തിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു അവസ്ഥ മനുഷ്യനുണ്ടാകും. ഓരോ ആളുകൾക്കും ഓരോ മാനസികമായ അവസ്ഥയായിരിക്കുമല്ലോ. ഇതാണ് ഖുർആൻ പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ, ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിന്റെ നാമം പറയപ്പെടുന്ന സന്ദർഭത്തില് വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയം പിടച്ചു പോകും. പടച്ചവനെ പേടിയാ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു,
വിശുദ്ധ ഖുർആൻ വചനങ്ങൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ, അള്ളാഹുവിന്റെ അപാരമായ ശക്തിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, സാദത്തുഹും ഈമാനാ, അവരുടെ ഈമാൻ വർദ്ധിച്ചു കൊണ്ടിരിക്കും. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവർ റബ്ബിൽ തവക്കുലാക്കുന്ന ആളുകളാണ്. ഇതാണ് ആത്മീയത എന്ന് പറയുന്നത്, ഇതാണ് തസവുഫ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതാണ്, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസവും ചൂഷണങ്ങളും തട്ടിപ്പും വെട്ടിപ്പും സാമ്പത്തിക ക്രമക്കേടും എല്ലാം നടക്കുന്ന ഒരു മേഖലയായി തവസൂഫിന്റെ മേഖല മാറി എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇന്നത്തെ അവസ്ഥയിൽ. അതിൽ നേരത്തെ പറഞ്ഞ ഒരു കണ്ടീഷനും വരുന്നില്ല. സുഖാഡംബരങ്ങളുടെ മുക്തി അതിലില്ല, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവണത അതിലില്ല, അള്ളാഹുവിനെ മാത്രം അനുസരിക്കുന്ന പ്രവണതയും അതിലില്ല. അള്ളാഹുവിനെ അറിയണമെന്ന ഒരു താല്പര്യമേ അവർക്കില്ല. പക്ഷെ അവരുടെ വേഷങ്ങൾ തസവൂഫിന്റെ വേഷമാണ്. അവര് പറയുന്നത് ഞങ്ങൾ വലിയ സൂഫികളാണ് എന്നാണ്. അങ്ങനെ പരിഷ്കരിച്ചത് എത്തി. തസവൂഫ് എന്ന് പറഞ്ഞാൽ അത് സർവമത സത്യവാദമായിട്ടൊക്കെ മാറി. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ തന്നെ ഒരു സംഘം പണ്ഡിതന്മാർ എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ വേഷവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവര് സൂഫി സംഘടന രൂപീകരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് സർവമത സത്യവാദം. അവര് സൂഫികൾ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ തെറ്റിദ്ധരിച്ചു പോകരുത്. അബദ്ധമാണ് അവര് ചെയ്യുന്നത്. അവരുടെ വിശ്വാസം അന്ധവിശ്വാസമാണ്. അവര് വിശുദ്ധ ഖുർആനിനും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ ഒറിജിനലിലും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട് എന്ന് പറയാറുണ്ടല്ലോ, പൊതുവില് എല്ലാത്തിലുണ്ടാവും. പക്ഷേ അത് കുറവായിരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. പക്ഷെ തസൂഫിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം വ്യാജന്മാരെ, കള്ള സൂഫികളെ താക്കീത് ചെയ്തുകൊണ്ടും അവരുടെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ പറയാണ്, മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാത്ത ഹദീസിൽ കാണാൻ സാധിക്കും, യകൂനു ഫി ആഖിരിസ് സമാൻ, അവസാന കാലത്ത് വരും ദജ്ജാലൂന കദ്ദാബൂൻ, നുണയന്മാരായ ദജ്ജാലിന്റെ പണിയെടുക്കുന്ന ആളുകള്, യഅതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളും നിങ്ങളുടെ പൂർവികരായ ആളുകളും കേട്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങളുമായിട്ടായിരിക്കും അവർ വരിക. ഫയ്യാക്കും വഇയ്യാകും, നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണേ, അവരുടെ അപകടത്തെ നിങ്ങൾ സൂക്ഷിക്കണേ. ലാ യുളില്ലൂനകും വലാ യുഫ്തിനൂനകും, അവർ നിങ്ങളെ പഴപ്പിക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ ഫിത്നയിലാക്കാതിരിക്കട്ടെ എന്ന് പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞെങ്കിൽ അത്തരം ആളുകൾ നമ്മൾക്കിടയിൽ ഉണ്ടാകും. നമ്മൾ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കള്ള നാണയങ്ങളെ, കള്ള സൂഫികളെ, വ്യാജന്മാരായ സിദ്ധന്മാരെ താക്കീത് ചെയ്തുകൊണ്ട് പൂർവികരായ ആരിഫീങ്ങളായ ആലിമീങ്ങളായ ആത്മീയ ലോകത്ത് വിരാജിച്ച മഹാന്മാരായ പണ്ഡിതന്മാര് താക്കീത് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ റിഫാഇ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആരിഫായ ആബിദായ ആലിമായ മഹാനായ പണ്ഡിതനാണ്, വലിയായ മഹാനായ മനുഷ്യനാണ്. അദ്ദേഹം ഇത്തരം കള്ളം നാണയങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചണ്ടയും തബലയും മ്യൂസിക്കും നൃത്തവും ഒക്കെ ആയിട്ട് ആളുകൾ വരും. നിസ്കാരമില്ലാത്ത ശരീഅത്ത് പാലിക്കാത്ത ആളുകൾ വരും. അവരെ യാ ബനി ഇദാ നറത ഫിൽ ഖൗം, ഇത്തരം ജനതയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകരുത് എന്ന് മഹാനായ റിഫാഇ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്.
അപ്പോ സൂഫികളുടെ സംസ്ഥാന ഓഫീസ് ഇപ്പോ ഇസ്ലാമിക് സൂഫി ബോർഡ് എന്ന രൂപത്തിലാണ് പാലക്കാട് മണ്ണാർക്കാട് തുടങ്ങിയത്. പേര് ഇസ്ലാമിക് ബോർഡ്, പേര് ഇസ്ലാമിന്റെ പേര്. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ ടീമുണ്ടല്ലോ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടും ഇസ്ലാമിന്റെ പേര് സ്വീകരിക്കുന്ന ടീം എന്നതുപോലെ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് എന്നുള്ളതാണ് ബേസ് ഒക്കെ ആയിട്ട് നമ്മൾ മനസ്സിലാക്കണം, അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ബ്രിട്ടീഷുകാർ ഇസ്ലാമിനെ തകർക്കാൻ ഖാദിയാനി എന്നൊരു മതത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ പുതിയ പുതിയ കുറെ ആശയങ്ങൾ ബ്രിട്ടീഷുകാരെ ഇസ്ലാം സമുദായത്തിന്റെ ഇടയിൽ പ്രചരിപ്പിക്കാൻ നടത്തിയിട്ടുണ്ട്. സയനിസ്റ്റുകള് അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആന് പകരം വേറൊരു ഖുർആൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനെ നശിപ്പിക്കാൻ എന്തെല്ലാം പണി കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഭാഗമാണ് പുതിയ പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ അതിന്റെ ഒരു പതിപ്പ് നിരന്തരം ഓരോ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. UP നേരത്തെ നടന്നു കള്ളസൂഫികളുടെ മഹാസമ്മേളനങ്ങൾ. അതിന്റെയൊക്കെ സ്പോൺസർമാരാരാണെന്ന് പരിശോധിച്ച് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ ഈ രാജ്യത്തിന്റെ തന്നെ ശത്രുക്കളായ സംഘപരിവാർ ശക്തികളാണ്. അത് നമ്മൾ പറയുന്നതിൽ ഒരു മടിയില്ല. കാരണം അവർക്ക് അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും പ്രാക്ടിക്കലാക്കുന്നത് കൊണ്ടും ഒരു മടിയും ഇല്ലാത്തതുകൊണ്ട്, ഒരു പേടിയും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നില്ല, ഒരു മടിയും കാണിക്കേണ്ടതില്ല. അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്, അവരാണ് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്, സാമ്പത്തികമായ അവസ്ഥകൾ സൃഷ്ടിച്ചു കൊടുക്കുന്നവരാണ്. എക്സ് മുസ്ലിമിന് അതേപോലെ തന്നെ യുക്തിവാദി സംഘങ്ങൾക്ക്, ആ സംഘത്തിന് സംഘടനാ സംവിധാനങ്ങൾ, സാമ്പത്തിക സഹായങ്ങളൊക്കെ എസൻസ് എന്ന് പറയുന്ന യുക്തിവാദി സംഘമുണ്ട്. മുമ്പൊക്കെ യുക്തിവാദി സംഘങ്ങൾക്ക് ദൈവ നിഷേധവും മതവിരോധവും ഒക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ യുക്തിവാദി സംഘങ്ങൾക്ക് അല്ല, ഇസ്ലാം വിരോധവും മുഹമ്മദ് നബിയോടുള്ള വെറുപ്പാണ്. അതാണ് ഇപ്പോഴത്തെ പുതിയ എസൻസ്. അവര് വിലക്ക് വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു വ്യാജമായ സൂഫികൾ നമ്മുടെ നാടുകളിൽ വ്യാപകമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരം ആളുകൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും. സമാനമായ തട്ടിപ്പുകള് പലപ്പോഴും നമ്മുടെ നാടുകൾക്കിടയിലും വീടുകൾക്കിടയിലും കുടുംബിനികൾക്കിടയിലും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഈ സ്ഥാനത്ത് നിന്ന് അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നൂറെ ഹബീബ് എന്ന പേരായിരിക്കും, സാബിയത്തു സൂഫിയ എന്ന പേരായിരിക്കും, അറിവിൻ നിലാവ് എന്ന പേരായിരിക്കും, മടവൂർ കാഫില എന്ന പേരായിരിക്കും. നമ്മളെപ്പോലെ സുന്ദരമായ തൊപ്പി വെച്ചിട്ടുണ്ടാവും, താടി വെച്ചിട്ടുണ്ടാവും, അഹ്ലുസുന്ന അഹ്ലുസുന്ന എന്ന് പ്രഖ്യാപിക്കുന്നുണ്ടാവും. അവരുടെ അയലത്ത് പോലും അഹ്ലുസുന്നയില്ല. അവർക്കത് ലക്ഷ്യമല്ല, അവർക്ക് പൈസയാണ് ലക്ഷ്യം. ഓൺലൈൻ കുപ്പിവെള്ളങ്ങൾ വീണുപോകുന്ന സഹോദരിമാരുണ്ട്. ഷിർക്കിന്റെ പണത്തിന്റെ കൊടിമരങ്ങൾ ഉണ്ടാക്കുകയാണ് ഓരോ ആളുകൾ. എന്നിട്ട് ആളുകളെ കൊണ്ട് അവിടെ പൈസ ഇടിക്കുക, എന്നിട്ട് പ്രവാചകന്റെ അനന്തരാവകാശിയാണെന്ന് പറയാം, എന്നിട്ട് നല്ലൊരു വിഗ് വെക്കുക. എന്താണോ ശരീഅത്ത് നിഷിദ്ധമാക്കിയത് അതൊക്കെ അനുഷ്ഠിച്ചിട്ട് കൊണ്ട് തന്നെ ധിക്കാരപൂർവമാണ് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വിശ്വാസം ചൂഷണം ചെയ്ത് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് ചെയ്ത എല്ലാ ബിസിനസ്സും പരാജയപ്പെടുമ്പോൾ ഏറ്റവും നല്ല ബിസിനസ് ആയിട്ടാണ് ഈ ആത്മീയതയെ അവർ മാറ്റുന്നത്. തങ്ങളെന്ന് പറയപ്പെടുന്ന വയനാട്ടുകാരനായ ഒരാളുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല, പാലക്കാടാണ്. അയാൾ എല്ലാ പണിയും ചെയ്തു, ജീവിക്കാനുള്ള എല്ലാ പണിയും. റോഡ് സൈഡിൽ ഏതെടുത്താലും 10 എന്ന വിൽപ്പന നടത്തിയ ആൾ, നാട്ടിൽ ക്ലബ്ബുകൾ ഉണ്ടാക്കിയിട്ട് ഫുട്ബോൾ മേളകൾ സംഘടിപ്പിച്ച ആള്, അങ്ങനെയുള്ള ആള് എല്ലാ മേഖലയും പരാജയപ്പെട്ടപ്പോൾ അവസാനം കൊറോണ കാലഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു വേഷം, ആ വേഷം സ്വീകരിച്ചു 10,000-കണക്കിന് വിശ്വാസികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നു. ഇതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ് ദജ്ജാലൂന കദ്ദാബൂൻ, ഒരു കൊടിമരം ഒക്കെയാണ് അവിടെ. എന്നിട്ട് ആളുകളോട് അങ്ങോട്ട് വരാൻ പറയാം, എന്നിട്ട് ബർക്കത്തിന് വേണ്ടി ദ്വാരക്കാം. എന്ത് വിശ്വാസമാണത്? ഏത് ഇസ്ലാമാണത്? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമല്ല, സമസ്തയുടെ വിശ്വാസമല്ല. അത്തരം വിശ്വാസങ്ങളൊക്കെ പലപ്പോഴും നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും തന്നെ സമസ്തയുടെ സംവിധാനത്തിലേക്ക് നീക്കാനുള്ള ശ്രമങ്ങളൊക്കെ ചില ആളുകൾ നടത്താറുണ്ട്. അതും ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി ഇതേക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്.
മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ തസവ്വഫ വലം യതഫഖ് ഫഖദ് തസന്ദഖ. ഒരാൾ സൂഫിയാണ്, അയാൾക്ക് കർമ്മമില്ല എങ്കിൽ തസൗഫ് അഭിനയിക്കുന്നു, പക്ഷെ ജീവിതത്തിൽ അതില്ല എങ്കിൽ അവൻ കള്ളനാണ്. അതേപോലെ തന്നെ കർമ്മമുണ്ട് ഒരാൾക്ക്, പക്ഷേ അവന് ഭക്തി ഇല്ല എങ്കിൽ സൂക്ഷിക്കണേ, അതൊരു തരം ഫിസ്ഖാണ്. എന്നാൽ വമൻ ജമഅ ബൈനഹുമാ ഫഖദ് തഹഖഖ. ഈ ഭക്തിയും അതേപോലെ തന്നെ ഈ കർമ്മവും ഈ തസൗഫും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ ധന്യനായി എന്നാണ് മഹാനായ മാലിക് ഇമാം മദ്ഹബിന്റെ ഇമാമായ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത, ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാടമാക്കിയ മഹാനായ മാലിക് ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി നമ്മെ പഠിപ്പിച്ചത്. ആ വാക്കുകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. റിഫായി ഷെയ്ഖിന്റെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മാർഗമാണ് സ്വീകരിക്കേണ്ടത്. നേരെ മറിച്ച് അവരുടെ പേരിൽ സമൂഹത്തെയും സമുദായത്തെയും ചൂഷണം ചെയ്യുന്ന ദജ്ജാലൂന കദ്ദാബൂനായ, സാമ്പത്തികമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വേഷം കൊണ്ട്, ഭാഷ കൊണ്ട്, കുടുംബം കൊണ്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന വ്യാജന്മാരെ നമ്മൾ അനുധാവനം ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല, ആ കാര്യം വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ സ്വീകരിക്കണം. ജാഗ്രതയോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരമെല്ലാ കള്ള നാണയങ്ങളിൽ നിന്നും ആ സമൂഹത്തെയും സമുദായത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു ഈമാൻ സലാമത്തായി മരിക്കുന്ന യഥാർത്ഥമായ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.